സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടനും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും അറിയിച്ചു. ഓഗസ്റ്റ് 22-ന് ആരംഭിച്ച് 25-ന് സമാപിക്കുന്ന അസംബ്ലിയുടെ പ്രധാന വേദി അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെയിന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ്. 80 വയസ്സിൽ താഴെയുള്ള 50 ബിഷപ്പുമാരും 34 മുഖ്യ വികാരി ജനറൽമാരും 74 വൈദിക പ്രതിനിധികളും 146 അൽമായരും 37 സമർപ്പിത സഹോദരിമാരും 7 ബ്രദേഴ്സും അടക്കം 348 അംഗങ്ങളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ സീറോ മലബാർ സഭാ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് കൊളക്കാട് സെയിന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. നവീകരിച്ച സെയിന്റ് തോമസ് ഗ്രോട്ടോ വെഞ്ചിരിപ്പും ശിലാഫലകം അനാച്ഛാദന കർമ്മവും നിർവഹിച്ച് സന്ദേശം നൽകി. തുടർന്ന് നൊവേന ചൊല്ലി തിരുശേഷിപ്പിന്റെ ആശീർവാദവും നൽകുകയുണ്ടായി. ചടങ്ങിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് വചന സന്ദേശം നൽകി. വയനാട് ദുരന്തം അത്യന്തം ദുഃഖകരമാണെങ്കിലും അതിന്റെ പേരിൽ കർഷകരെ പീഡിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ദുരന്തമുണ്ടാകാൻ ഇടയായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതുകൊണ്ടാണെന്നുള്ള വാദം പരിഹാസ്യമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത സമിതി നടത്തിയ കർഷക പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തെപ്പറ്റി പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായി വിശദമായ പഠനങ്ങൾക്ക് ശേഷം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് ഉൾബലത്തിനാണെന്നും അവിടെ നിന്നും ഒഴുകിവന്ന മരങ്ങളും മറ്റും തടഞ്ഞു നിന്ന് ഡാം പോലെയാവുകയാണെന്നും അത് വീണ്ടും വെള്ളം കൂടി തകർന്നാണ് അപകടമുണ്ടായതെന്നും വ്യക്തമാക്കിയെങ്കിലും ദുരന്തത്തിന് കർഷകരെ പഴിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തിന്റെ മറവിൽ കർഷക ദ്രോഹ നിയമങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമവും കൂടുതൽ വില്ലേജുകളെ കരട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ചെറുക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത കാർഷിക ജില്ല ഇൻഫാം ക്രിസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും മുതിർന്ന കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മാമ്പുഴക്കരി ക്രിസ് സെന്ററിൽ നടന്ന പരിപാടികൾ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കൃഷിയിലടക്കം സമൂഹത്തിന് ഇത്രയേറെ സംഭാവനകൾ നൽകിയ കുട്ടനാട് പോലെ ഒരു പ്രദേശം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മറ്റെങ്ങുമില്ല. ദൈവവിളിയുടെ സമൃദ്ധിയിലും കുട്ടനാട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. എന്നാൽ പുതിയ തലമുറയിൽ നിന്നും ഇത്തരം സംഭാവനകൾ ഉണ്ടാകാത്തതിനെപ്പറ്റി ആലോചിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ അതിരൂപത തീർത്ഥാടന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 29-ന് നടക്കുന്ന തിരുനാളിന് മുന്നോടിയായുള്ള പതാക പ്രയാണം നടന്നു. വിശുദ്ധ എവുപ്രാസ്യ മാമോദീസ മുങ്ങിയ ഇരിങ്ങാലക്കുട രൂപതയിലെ എടത്തുരുത്തി പരിശുദ്ധ കർമ്മലമാതാവിന്റെ ഫൊറോന ദേവാലയത്തിൽ ഫൊറോന വികാരി ഫാദർ പോളി പടയാട്ടിൽ തിരുനാൾ കമ്മിറ്റിക്ക് പതാക കൈമാറി. വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥാടന കേന്ദ്രത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പതാക ഏറ്റുവാങ്ങി ദിവ്യബലി അർപ്പിച്ചു. റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ, മന്ത്രി കെ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഗസ്റ്റ് 20-ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. സ്വയം വിലപ്പെട്ടവരാണെന്നുള്ള ചിന്ത യുവജനങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട്. രാമനാഥപുരം രൂപത യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. വിശുദ്ധ ബൈബിൾ പ്രതിഷ്ഠയോടെ ആരംഭിച്ച കൺവെൻഷൻ തിരിതെളിച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ റെവറൻഡ് ഡോക്ടർ അരുൺ കലമറ്റത്തിൽ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, റെവറൻഡ് ഡോക്ടർ റോയി ജോസഫ് വടക്കൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. മറ്റം CLC സംഘടനയുടെ 98-ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ മറ്റം വനമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് അതിഗംഭീരമായി സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15 വൈകിട്ട് 5:30-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയ CLC പ്രവർത്തകരെ പീത്ത് നൽകി സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് എല്ലാ പ്രവർത്തകരും ഇടവക ജനങ്ങളും മുഖ്യാതിഥികളും ചേർന്ന് പതാക ഉയർത്തുകയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും തിരുസ്വരൂപത്തിനു മുൻപിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തൃശൂർ രൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയൻ ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയായി. എല്ലാ വർഷത്തെയും പോലെ നിർധനരായ പാവങ്ങളെ സഹായിക്കുന്നതിനായി കാരുണ്യ സ്പർശം എന്ന കാരുണ്യ പദ്ധതി പ്രകാശനം ചെയ്തു. പ്രിയ മാതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ നിയുക്ത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി പള്ളിപ്പുറത്തെ തറവാട്ട് വീട്ടിലെത്തി. കണ്ണൂർ രൂപതയുടെ സഹായമെത്താനായി വത്തിക്കാനിൽ നിന്നുള്ള പ്രഖ്യാപനം വന്നതിന്റെ പിറ്റേന്നായിരുന്നു സന്ദർശനം.
വയോധികയായ അമ്മ ഷേർലിയെ സ്നേഹാലിംഗനം ചെയ്ത ശേഷം കയ്യിൽ കരുതിയിരുന്ന മുല്ലമാല അണിയിച്ചു. അമ്മയോടൊപ്പം സഹോദരങ്ങളും നിയുക്ത മെത്രാന് ആശംസകൾ നേർന്നു. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നേതൃത്വത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളോടൊപ്പം താമരശ്ശേരി രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, MLA വടകര, MP ഷാഫി പറമ്പിൽ എന്നിവർ അറിയിച്ചു. താമരശ്ശേരി രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിനൊപ്പം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് സന്ദർശിക്കവെയായിരുന്നു സഹായ വാഗ്ദാനം. വയനാട്ടിലെ പോലെ ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും കർഷകരുടെ ജീവനോപാധികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് ഷാഫി പറമ്പിൽ വിശദമാക്കി. ദലിത് ക്രൈസ്തവ സംവരണ നിഷേധം കടുത്ത മതാധിഷ്ഠിത വിവേചനവും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിന് സമീപം നടത്തിയ നീതി ഞായർ ഐക്യദാർഢ്യ പ്രതിജ്ഞയും ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദലിത് കത്തോലിക്ക മഹാജനസഭ ചങ്ങനാശ്ശേരി അധികൃത പ്രസിഡന്റ് ഡോക്ടർ സിജോ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വാണിയപ്പുരയ്ക്കൽ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി. DCMS അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കുളം ഐക്യദാർഢ്യ സന്ദേശം നൽകി. KCYM 46ാമത് സംസ്ഥാന അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ചുണങ്ങംവേലി നിവേദിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈക്കോ സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് ഫെലോഷിപ്പ് സെന്ററിൽ നടന്ന ചടങ്ങിൽ KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യലഹരി വിരുദ്ധ സമിതി താമരശ്ശേരി രൂപത കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ ചാണ്ടി കുരിശുമൂട്ടിൽ അനുസ്മരണം നടത്തി. പുന്നയ്ക്കൽ പള്ളിയിൽ ദിവ്യബലിക്കും തുടർന്ന് സെമിത്തേരിയിൽ പ്രാർത്ഥനയ്ക്കും രൂപത മദ്യലഹരി വിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ജിൻഡോ മച്ചുകുഴിയിൽ നേതൃത്വം നൽകി. ഫാദർ സാനു താണ്ടാമ്പറമ്പിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് കുര്യൻ ചെമ്പാനി അധ്യക്ഷത വഹിച്ചു. ആനക്കല്ല് സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിനും തിരുശേഷിപ്പ് വണക്കത്തിനും തുടക്കമായി. ഉപ്പട സെയിന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ഇടവക വികാരി ഫാദർ എബ്രഹാം പതാക്കൽ തിരുനാൾ കൊടിയേറ്റ് നടത്തി. ബത്തേരി രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജേക്കബ് ഓലിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. തുടർന്ന് നടന്ന വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയ്ക്ക് പതാർ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോൺ വെളിയിൽ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 20-ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി വയ്ക്കും. വയനാട്ടിലെ ചൂരൽമലയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശത്തുമുണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് KCBC പ്രഖ്യാപിച്ചിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തായി KCBCയുടെ വിമൻസ് കമ്മീഷന് സഹായധനം കൈമാറി. കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിൽ നിന്ന് കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ ചെക്ക് ഏറ്റുവാങ്ങി. കമ്മീഷൻ വൈസ് ചെയർമാൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ത്രിദിന പഠന ശിബിര ഉദ്ഘാടനവും നിർവഹിച്ചു. പുന്നവേലി കേന്ദ്രമാക്കിയുള്ള FDSHJ സന്യാസിനി സമൂഹം എപ്പാർക്കിയൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പുന്നവേലി മഠം ചാപ്പലിൽ നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രഖ്യാപനം നടത്തി. FDSHJയുടെ നവീകരിച്ച നിയമാവലി മാർ ജോസഫ് പെരുന്തോട്ടം ഷംസാബാദ് സഹായമിത്രാൻ മാർ തോമസ് പാടിയത്തിന് നൽകി പ്രകാശനം ചെയ്തു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ആന്റണി പണിയറയുടെ അനുവാദത്തോടെ സലേഷ്യൻ സഭാംഗമായിരുന്ന മദർ മേരിക്കുട്ടി 1981 ഏപ്രിൽ 18-ന് ചങ്ങനാശ്ശേരി നെയ്ക്കച്ചിറയിൽ ആരംഭിച്ച് പിന്നീട് പുന്നവേലിയിലേക്ക് മാറ്റി സ്ഥാപിച്ച FDSHJ എന്ന പയസ് യൂണിയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റിലീജിയസ് കോൺഗ്രിഗേഷനായി ഉയർത്തപ്പെട്ടത്. ചേർത്തല നിർധന കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കി അർത്തുങ്കൽ ബസിലിക്ക. കഴിഞ്ഞ മകരം പെരുന്നാളിനോടനുബന്ധിച്ചാണ് അർഹരായ കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകാൻ ബസിലിക്ക കമ്മിറ്റി തീരുമാനമെടുത്തത്. സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ട 3 കുടുംബങ്ങൾക്കാണ് 25 ലക്ഷത്തോളം മുതൽ മുടക്കി വീട് നിർമ്മിച്ചത്. വീടുകളുടെ ആശീർവാദ കർമ്മവും താക്കോൽദാനവും ബസിലിക്ക റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ വനിതകൾ തയ്യാറാകണമെന്ന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പോലിത്ത. ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസന മർത്തുമറിയം വനിതാ സമാജം ഓമല്ലൂർ സെയിന്റ് തോമസ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകൾക്ക് വിധവാ പെൻഷൻ നൽകുന്നതും വയനാട് പുനരധിവാസത്തിന് ആദ്യ ഗഡുവായി 4 ലക്ഷം രൂപ നൽകിയതും
മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന് യന്ത്രസഹായത്തോടെ കൃത്യതയോടെ വേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുമെങ്കിലും അതിന്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാകണമെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. വേലൂർ ഫൊറോന ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ എറൈസ് 2024 സബ് സോൺ വൺഡേ പ്രോഗ്രാം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് ഓഗസ്റ്റ് 18 നടത്തപ്പെട്ടു. വേലൂർ ഫൊറോനയിലെ 12ഓളം ഇടവകളിൽ നിന്നുള്ള 175 യുവജനങ്ങൾ പങ്കെടുത്തു. ഏഷ്യ 60:1 ആസ്പദമാക്കിയാണ് സബ് സോൺ വൺഡേ നടത്തപ്പെട്ടത്. എരനെല്ലൂർ ഇടവക വികാരിയായ ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കുറുമാൽ ഇടവക വികാരിയും വേലൂർ ഫൊറോന ജീസസ് യൂത്ത് ആനിമേറ്ററുമായ ഫാദർ സേവിയൻ ക്രിസ്റ്റി എന്നിവർ പ്രാർത്ഥനാശംസകൾ നേർന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ OCYM നിലമ്പൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ മുതുകുളം സെയിന്റ് മേരീസ് ദേവാലയത്തിൽ ഏകദിന സമ്മേളനം നടന്നു. മലബാർ മദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ വിനോ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഫാദർ ഷാബിൻ രാജു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് യുവജനങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ക്യാൻവാസിൽ ലഹരി വിരുദ്ധ ഒപ്പ് ശേഖരണം നടത്തുകയും ചെയ്തു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ വചനദീപ്തിയുടെ പ്രകാശന കർമ്മം അന്തിക്കാട് സെയിന്റ് ആന്റണീസ് ഇടവക പള്ളിയിൽ വെച്ച് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ നിർവഹിച്ചു. വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത്, PTA അംഗങ്ങൾ, കൈക്കാരന്മാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബൈബിൾ വചനങ്ങൾ ആവർത്തിച്ച് എഴുതി വിദ്യാർത്ഥികൾക്ക് കൈയക്ഷരം മെച്ചപ്പെടുത്തുവാനും വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും കഴിയുന്ന രീതിയിലാണ് പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.